മറ്റേതൊരു കലാരൂപത്തിലുള്ളതിലുമധികമായി നാടകത്തിനൊരു സവിശേഷതയുണ്ട്. നാടകം ഒരേ സമയം സാഹിത്യരൂപവും കലാരൂപവുമാണ്. പ്രാചീന ഭാഷ്യമനുസരിച്ച് കവിത്വത്തിൻ്റെ പരമകാഷ്ഠയാണ് നാടകം. കവിതയുടെ സൗന്ദര്യതലത്തിനപ്പുറത്തുള്ള സർഗാത്മകതയാണ് നാടകകൃതിക്കുള്ളതെന്ന് വിവക്ഷ. പ്രാചീന നാടകങ്ങൾ മുതൽ ആധുനിക നാടകങ്ങൾ വരെ പാഠമായും രംഗപാഠമായും നിലനിൽക്കുന്നുണ്ട്. ഒരേയൊരു അപവാദമായി തോന്നിയിട്ടുള്ളത് കാളിദാസ നാടകങ്ങളാണ്. കാളിദാസ നാടകങ്ങൾ അവയുടെ രചനാകാലത്തോ പിന്നീടോ അരങ്ങ് പ്രയോഗത്തിലുള്ളതായി അറിവില്ല. രചനാവേളയിൽ നിശ്ചയമായി ഓരോ നാടകകൃതിയും അരങ്ങ് അഥവാ അവതരണം തന്നെയാണ് ലക്ഷ്യമിടുന്നത്. എന്നാൽ നാടകകൃത്ത് അരങ്ങിൻ്റെ സാധ്യതകളും പരിമിതികളും കണ്ടല്ല രചന നിർവഹിക്കുന്നത്. നാട്യവസ്തുവിൻ്റെ സമഗ്രത വെളിവാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രേക്ഷകന് രസപൂർത്തി അഥവാ അനുഭവം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അരങ്ങിൻ്റെ സാധ്യതകളും പരിമിതികളും പരിഗണിച്ചാണ്. പക്ഷേ കൃതിയുടെ രംഗപാഠം രൂപപ്പെടുത്തുക ലഭ്യമായ എല്ലാ ആശയവിനിമയോപാധികളെയും രംഗപാഠം രൂപപ്പെടുത്തുന്നതിന് പ്രയോജനപ്പെടുത്തുകയും ചെയ്യാവുന്നതാണ്. ഇന്ന ഉപാധികളെ വേണ്ടതുള്ളൂ എന്നോ പ്രയോഗിക്കൂ എന്നോ ഉള്ള നിഷ്കർഷ നാടക പ്രമേയത്തെ ആസ്പദമാക്കി നിർണ്ണയിക്കപ്പെടുന്നു. അതായത് പ്രേഷണപരമായ സാധ്യതകളെ നാടകരൂപത്തെ നിശ്ചയിക്കുന്നത് നാടകവസ്തുവാണ്. നാടകം മേരി ക്യൂറിയുടെ കഥ. എൻ വേണുഗോപാലിൻ്റെ അവതാരിക.